ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് രാഗി വെച്ചിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയും കൂടിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് കേട്ടോ രാഗി. ഇത് നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്കി കൊടുക്കുന്ന ഒരു ധാന്യമാണ്. ഇത് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. രാഗി, മുത്താറി, പഞ്ഞപ്പുല്ല്, അതുപോലെ തന്നെ കോറ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ 2 കപ്പ് 4 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. ഇത് കുതിർത്തെടുക്കുന്നതിൻ്റെ മുമ്പേ നന്നായിട്ട് കഴുകി, ഇതിൽ നല്ലോണം കല്ലുണ്ടാകും. അപ്പോൾ കല്ലൊക്കെ അരിച്ചിട്ട് വേണം ഇത് കുതിർക്കാനായിട്ട്. പിന്നെ വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് ഇവിടെ ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതും കഴുകി നല്ല വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വേവിച്ചെടുത്ത ചോറ് ഞാനിവിടെ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഉലുവയാണ്, ഉലുവയും കുതിർത്തതാണ്, അതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഉഴുന്നും ഉലുവയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഉഴുന്നും ഉലുവയും അരച്ചതിന് ശേഷം ഇതിലേക്ക് വേവിച്ച ചോറും കൂടെ ഇട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് അരക്കേണ്ടത് രാഗിയാണ്. അപ്പോൾ ഈ രാഗി അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിലൊട്ടും കല്ലൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. ഈ കല്ലൊക്കെ അരിച്ച് കളഞ്ഞിട്ട് വേണം ഇത് കുതിർത്ത് വെക്കാനായിട്ട്. ഈ രാഗി നമുക്ക് 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ ദോശയുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം അല്പം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാമല്ലോ. വെള്ളം കൂടിപ്പോയാൽ ഇത് പൊങ്ങി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ രാഗി അരച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച ഉഴുന്നിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ നമുക്ക് പൊങ്ങാനായിട്ട് വെക്കാം. ഇതിപ്പോൾ ഒരു 10 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ദോശത്തവ ചൂടാക്കാം. അതിലേക്ക് ഒന്ന് എണ്ണ തടവി കൊടുക്കുക. എണ്ണ തടവിയതിന് ശേഷം നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. വളരെ തിന്നായിട്ടുള്ള ദോശയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ദോശ ഒന്നും ഇങ്ങോട്ട് കുക്കായി വരുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ ഒന്ന് തൂവി കൊടുക്കാം. അപ്പോൾ ഈ ദോശ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതുപോലെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം. ഇത് നല്ല സാമ്പാറിൻ്റെ കൂടെയും ചമ്മന്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ.
കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. അപ്പോൾ ഇനി നല്ല ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.